എല്ലാവർക്കും നമസ്കാരം. 2025 തൊഴിൽ വാർത്തയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു 4 കറണ്ട് അഫയേഴ്സ്. 2026 ഫുട്ബോൾ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ഫുട്ബോളിൻ്റെ പേര് ട്രയോണ്ട. TRIONDA എന്ന് പറയുന്നതാണ് ട്രയോണ്ട. ട്രൈ എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇത് വരുന്നത് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 ലോകകപ്പ് നടക്കുന്നത്. അതുകൊണ്ടാണ് ആ ട്രൈ എന്ന വാക്ക് വരുന്നത്. ഓണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാനിഷ് ഭാഷയിലുള്ളതാണ്. അതിൻ്റെ അർത്ഥം തരംഗം എന്നാണ്. ഓക്കെ, അപ്പോൾ ട്രയോണ്ട എന്ന് പറയുന്നത് 26 ഫുട്ബോൾ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ഫുട്ബോളിൻ്റെ പേര്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ഏത് വർഷമാണെന്നറിയോ? 2010 എന്നാൽ ഇനി 2030 ഇന്ത്യയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആസ്ഥാനം നടക്കുന്ന വേദി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ ആത്മകഥയാണ്. ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്ന ആത്മകഥ അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. അത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഭാഷ നമുക്കറിയാം ഇംഗ്ലീഷാണ്. എന്നാൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് ഈ ഗാന്ധിജിയുടെ ആത്മകഥ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട രണ്ടാമത്തെ ഭാഷയാണ് മലയാളം. മൂന്നാമത്തെ ഭാഷയാണ് തമിഴ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് 1925 നവംബർ 25 പ്രസിദ്ധീകരണം തുടങ്ങി. നവജീവൻ എന്ന് പറയുന്ന മാസികയിൽ 29 വരെയാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നതെന്നും കൂടെ മനസ്സിലാക്കി വയ്ക്കുക. മലയാളം എന്ന് പറയുന്ന ഭാഷയാണ്, അതും കൂടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ രോഗികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മാനസിക വിഷമം ഉണ്ടാക്കുന്നതാണ്. ഈ രോഗികൾ എന്ന് വിളിക്കുന്നതിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ മെഡിക്കൽ ബെനിഫിഷ്യറീസ് എന്ന് വിളിക്കണമെന്ന് സർക്കാരിൻ്റെ ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അല്ലേ, മാനസിക വിഷമം ഉണ്ടാക്കുന്നതാണ് ഈ രോഗികൾ എന്ന് വിളിക്കുമ്പോൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവ്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. താങ്ക് യു.